Hi dears, Itzmeamaluz. Welcome back to my channel. Hi dears, നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വേസ് ചെയ്തെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്കിത് 2 പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ ഈ 2 പോർഷൻ നമുക്ക് വേണം, പിന്നെ വേറൊരു ബോട്ടിലിൻ്റെ ഈ ടോപ്പ് പോർഷനും വേണം. അപ്പോൾ എന്നിട്ട് ഇതിന് ശേഷം ഇത് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മേളത്തെ 2 പോർഷൻ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക, താഴത്തെ ഇതും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം വൈറ്റ് സിമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് സിമെൻറ്റ്, വാൾപുട്ടി അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതുപോലെ വൈറ്റ് സിമെൻ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ വേസ്റ്റ് തുണികളെടുത്ത് അതിലേക്ക് മുക്കിയതിന് ശേഷം അത് നമ്മൾ ഈ ബോട്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് മുഴുവനായിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മളിതിന് പുറത്തേക്ക് സിമെൻറ്റ് ആക്കി കൊടുത്ത് ഒന്ന് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുള്ള ഫ്ലവർ വേസുകൾ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്, ഇതുപോലെ അല്ലെങ്കിലും വേറൊരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഭംഗിയായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിലും വെൽക്കം ടു മൈ ഫാമിലി. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടുമ്പോഴല്ലേ നമ്മളൊന്ന് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യമേ കൊടുത്തിരുന്ന ആ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വെറുതെ ഇതൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അത്രയും ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ എടുക്കണ്ട, കുറച്ച് കട്ടിക്ക് എടുത്തിട്ട് അത് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇപ്പോൾ കൈ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ കട്ടിയുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. കൈക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുത്ത് ഇതുപോലെ മുകളിലേക്ക് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി, തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒരു 2-3 കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല ക്ലീനായിട്ട് നല്ലപോലെ ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നന്നായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കണം. അപ്പോൾ നമ്മൾ ആ സാൻഡ് പേപ്പർ ഇട്ട് ഇത് കൂടുതൽ ഉരച്ചെടുക്കുന്നതിലാണ് നമ്മളിതിൻ്റെ ഫിനിഷിങ്ങോ അതിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ മേളിൽ ഒട്ടിച്ചത് ഒരു ശകലം ഒന്ന് ചിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഫൈനൽ ലുക്കിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ല ഇതായിട്ട് പറ്റുന്ന പോലെ നല്ലതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മഞ്ഞ കളർ, യെല്ലോ കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ യെല്ലോ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതൊരു കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിത് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ബോട്ടിലില്ല, നമ്മുടെ ഫ്ലവർ വേസ് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പം കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത് കാണുമ്പോൾ അല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മടി കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.